കൃഷ്ണമോളെ കരുതി കൂട്ടി കാറിടിപ്പിച്ചതാ. അവള് കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാ. കൊല്ലാൻ ശ്രമിച്ച ആളെയും ഞാൻ കണ്ടു. I love you. നവീനോടും സുമിത്രയോടും എന്തൊക്കെ കള്ളങ്ങൾ പറയേണ്ടി വന്നു എന്നറിയോ? അവരുടെ കണക്കില് ഗാതമോളല്ലേ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നേ. അവളെ വിട്ട് ഞാൻ ഒരിക്കലും മാറി നിൽക്കില്ല എന്നല്ലേ അവര് വിശ്വസിക്കൂ. ഒരു കാരണവശാലും വരരുതായിരുന്നു. നീ നിർബന്ധിച്ചതുകൊണ്ടാ. മമ്മിക്ക് ഇവിടുന്ന് പോരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അത് അവളെ പിരിയാനുള്ള വിഷമം കൊണ്ടല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കാതെ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം എല്ലാത്തിന്റെ അറ്റത്ത് കൃഷ്ണയോട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. ചിലരങ്ങനെയാ, രക്ഷപ്പെടാനുള്ള മാർഗം ആദ്യം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എവിടെ എടുത്ത് അതങ്ങ് പ്രയോഗിക്കും. അതെന്തിനാ മമ്മി പോലീസ് ഹോസ്പിറ്റലിൽ വന്നത്? ആരെ കേസ് കൊടുത്തേ? ആ, അത് മോൾക്ക് അറിഞ്ഞൂടെ? ഒരു ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ എത്തിയാ പോലീസിൽ അറിയിക്കണമെന്നാ. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ? ഏത് ഹോസ്പിറ്റലായാലും അറിയിക്കണം. പിന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ അത് അറിയിക്കാറില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം വേണമെന്നാ എൻ്റെ ഒരു അഭിപ്രായം. ആരായി ക്രൂരത ചെയ്തതെന്ന് അറിയണമല്ലോ. കൃഷ്ണയെ മനഃപൂർവ്വം വണ്ടിയിടിച്ചാണെന്നുള്ള കാര്യത്തില് അവിടെയുള്ള ആർക്കും ഒരു സംശയം ഇല്ലാന്നാ പറയണേ. അപ്പൊ പിന്നെ ഇടിച്ച വണ്ടിയും അത് ഓടിച്ച ആളെയും പോലീസ് കണ്ടുപിടിക്കും. വെറുതെ വിടാൻ പാടില്ല. എത്ര വലിയവനായാലും ശിക്ഷിക്കണം. പറ്റുമെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ശിക്ഷിക്കണം. മോളെ ഗാഥേ, എന്ത് പറ്റി? വല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ. എന്താ മോളെ? വെള്ളം എടുക്ക് മോളെ. സാരമില്ല, കുറച്ച് വെള്ളം കുടിച്ചാൽ മാറും. ഓക്കെ ആവും. സിനി, ഇതാ മോളെ. മാറിയോ? മതി. ദസിനി, ഞാൻ മുറിയിലേക്ക് പോട്ടെ, എനിക്ക് തീരെ വയ്യ. മാം, നവീനും നവീൻ്റെ അമ്മയൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. മാം മാത്രം ഇല്ലാത്തത്. നവീൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ വരുമ്പോ. ശരിയാ, ഞാൻ ഒരു കാരണവശാലും പോരാൻ പാടില്ലായിരുന്നു അല്ലേ സിനി? അതെ മാം, അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ഓക്കെ, നാളെ രാവിലെ എന്തായാലും പോവും. ആർക്കും ഒരു സംശയത്തിനും ഇടയുണ്ടാവരുത്. കൃഷ്ണയെ വണ്ടിയിടിച്ച സ്ഥലത്ത് പോയവരൊക്കെ പറയുന്നതേ അങ്ങനൊരു സ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടാവണമെങ്കിൽ അത് കരുതിക്കൂട്ടി ചെയ്തതായിരിക്കണോന്ന്. നമ്മൾ എന്ത് പറയാനാ മോളെ? പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവര് കണ്ടുപിടിക്കട്ടെ. കാരണക്കാരാരാണെന്നറിഞ്ഞാ പണിയൊക്കെ ഉണ്ട്. അതിപ്പോ പാതിരാത്രിക്കാണെങ്കിലും നല്ല തച്ച് പണി കൊടുക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്. ഗോപാലിന് ഇത് എവിടെ പോയതാ? എനിക്ക് രണ്ടുമൂന്ന് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു തങ്കം. ഞാനിന്നാൾ പറഞ്ഞില്ലേ, ലോട്ടറിയുടെ ഒരു ഹോൾസെയിൽ ഡീലർ എന്തായാലും ഇവിടെ നിൽക്കുമല്ലേ, അയാളെ ഒന്ന് വിളിച്ചു നോക്കിയതാ. അപ്പോഴയാൾ ഓഫീസിലുണ്ടെന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതും. ഇവിടെയും പോലീസുകാർ വന്നിരുന്നു കൃഷ്ണയുടെ മൊഴിയെടുക്കാൻ. എന്നിട്ട് അവര് പോയോ? പോയി. എന്നാ പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി കണ്ടോളാം.
എന്തു പറയാന്? കൃഷ്ണയുടെ ആക്സിഡന്റ് നേരിട്ട് കണ്ട ആളാ ഞാൻ. എനിക്കത് പോലീസിൽ പറയണം. ഗോപാല, കാര്യം എന്താന്ന് പറയ്. ദുബായ് മാമ ചോദിച്ചത് കേട്ടില്ലേ? എന്താ മറുപടി പറയാത്തെ? തങ്കം, കൃഷ്ണമോളെ കരുതി കൂട്ടി കാറിടിപ്പിച്ചതാ. അവള് കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാ. കൊല്ലാൻ ശ്രമിച്ച ആളെയും ഞാൻ കണ്ടു. ആരാ ഗോപാല അത് ചെയ്തത്? പറയാൻ. ഗോപാല, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അത് അയ്യോ മോളെ, അമ്മേ, ഇതെങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവൾക്കേ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഗോപാല, പോലീസിനൊന്നും പറയാൻ നിൽക്കണ്ടേ. പേടിച്ചിട്ടല്ലേ. പോലീസ് അവരുടെ ഉമ്മറം വരെ എത്തും. അത് കഴിയുമ്പോഴേക്കും അവരൊരു ധാരണയുണ്ടാക്കി മടങ്ങിപ്പോവും. എന്റെ മോളെ അവള് കൊല്ലാൻ ശ്രമിച്ചത് എനിക്ക് പൊറുക്കാൻ പറ്റില്ല. എനിക്കിപ്പൊ തന്നെ അവളെ കാണണം. മോളിക്കുട്ടി, നീ വന്ന് വണ്ടി എടുക്ക്. വാ. തങ്കം, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി ഒന്നും പറയണ്ട ഗോപാല. എനിക്കിപ്പോ അവളെ കണ്ടേ പറ്റൂ. എന്റെ മോളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയവളെ. ഗോപാലൻ ഇവിടെ തന്നെ ഉണ്ടാവണം, എന്റെ മോളുടെ അടുത്ത്. മോളിക്കുട്ടി, വാ, വണ്ടി എടുക്ക. ദൈവമേ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ.